കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മോക്ക് ഡ്രില്ലാണ് നടക്കുന്നത്. റെയിൽവേയുടെ മോക്ക് ഡ്രില്ലാണ്. അതായത് ട്രെയിനുകൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുമെന്നുള്ളതിൻ്റെ ഒരു മോക്ക് ഡ്രില്ലാണ്. വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന മോക്ക് ഡ്രില്ലാണ് ഈ കാണുകയും ചെയ്യുന്നത്. ഒരു അപകടത്തിൽ ട്രെയിൻ പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എത്ര വേഗത്തിൽ സ്ഥലത്തെത്തുന്നു, രക്ഷാപ്രവർത്തനം എത്രത്തോളം വേഗത്തിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിശീലനം കൂടിയാണ് ഈ മോക്ക് ഡ്രില്ലായി കാണുന്നത്. അതിൽ സേനകളായി NDRF സേനയുണ്ട്, ഫയർഫോഴ്സ്, പോലീസ്, ടെലിഫോൺ അതോറിറ്റി, വൈദ്യുതി വകുപ്പ്, എല്ലാ വകുപ്പുകളും ചേർന്നുകൊണ്ടുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് ഈ കാണുകയും ചെയ്യുന്നത്. അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ എത്തുക എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെൻറ്റുകൾ എത്തുന്ന വേഗതയടക്കം ഇവിടെ നോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ ടെൻറ്റുകൾ കാണാം. അവിടെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കം സജ്ജമാണ്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഇതിൽ കയറി അവരെ അതിൽ അപകടത്തിൽപ്പെട്ടവരെ എടുക്കുന്നതടക്കം കാണാം. ഒരു മോക്ക് ഡ്രിൽ, ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ ഒരു മോക്ക് ഡ്രില്ല് നടത്തുകയും ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട് പറയേണ്ടത് ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ എത്ര വേഗത്തിൽ അപകട സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആംബുലൻസ് ആകട്ടെ, ഒപ്പം പോലീസ് ആകട്ടെ, ഫയർഫോഴ്സ് ആകട്ടെ, അവരുടെ വേഗത, ഈ സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ വേഗത കൂടി കണക്കിലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ടെലിഫോൺ അതോറിറ്റി ആകുമ്പോൾ അവരുടെ കോഡ്ലെസ് ഫോണും ആയി ഇവിടുത്തെ, അതായത് പരിക്ക് പറ്റിയുള്ള ആളുകളുടെ ബന്ധുക്കളെ അറിയിക്കുന്നത് ഉൾപ്പെടെ അതൊന്ന് നടത്തുന്നു. മറ്റൊന്ന്, വൈദ്യുതി വകുപ്പ് പെട്ടെന്ന് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു. ഒപ്പം ഈ ക്രെയിൻ സർവീസ് സ്ഥലത്തെത്തുന്നു. ക്രെയിന് ഇത് വെച്ച് ഉയർത്താനുള്ള നടപടികൾ നോക്കുന്നു. അങ്ങനെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും വേഗത്തിലാക്കുക എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് ആ സമയം കൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് വേഗത്തിൽ ഈ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കുകയും ഡോക്ടർമാർ, നഴ്സുമാർ എന്നുള്ളവരെല്ലാം തന്നെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥർ അകത്ത് കയറി പരിശോധിക്കുന്നതാണ്. നേരത്തെ ഈ വഴിയാണ് ഈ ആളുകളെ, അതായത് യാത്രക്കാരെ പുറത്തേക്ക് എടുക്കുക അടക്കം ചെയ്യുന്നത് ഇതുവഴിയാണ്. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനം അങ്ങനെ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ വേഗത്തിലാക്കാം എന്ന് നോക്കുന്നു. ഒടുവിൽ പരിശോധന, ഈ ട്രെയിനിൻ്റെ വാതിലുകൾ തുറക്കുന്നു, അകത്ത് കയറി പരിശോധിക്കുന്നു. അങ്ങനെ എല്ലാവരുടെ ലഗേജുകൾ മാറ്റുന്നതാണ്. അപ്പോൾ യാത്രക്കാർക്ക് ലഗേജുകൾ ഉണ്ടാകും, അത് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ മറ്റൊന്ന് കാണിക്കാനുള്ളത് നമുക്ക് ആരോഗ്യവകുപ്പിൻ്റെ ടെൻ്റാണ്. NDRF സേനയാണ്. NDRF സേന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവരുടെ വേഗത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ പുറത്തെത്തുക എന്നുള്ളതാണ്. മറ്റ് വിഭാഗങ്ങളുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരെല്ലാം തന്നെ വേഗത്തിൽ അവരുടെ ജോലികൾ ചെയ്യുന്നു, ബന്ധുക്കളെ അറിയിക്കുന്നു, ആശുപത്രിയിലേക്ക് എത്തുന്നു. വേണ്ട ആശുപത്രി സൗകര്യങ്ങൾ, അതായത് മെഡിക്കൽ എയ്ഡ് പോസ്റ്റാണ് ഇപ്പോൾ ഈ കാണുന്ന ചുവന്ന ടെൻ്റ് അടിച്ചിരിക്കുന്നത്. മെഡിക്കൽ എയ്ഡ് പോസ്റ്റാണ്. അതായത് ഈ കൃത്യമായ മരുന്നുകൾ എത്തിക്കുക എന്നുള്ളതാണ്. രോഗികളെ അല്ലെങ്കിൽ അപകടം പറ്റിയവർക്ക് ചികിത്സ നൽകുക, അവർക്ക് വേഗത്തിൽ വേണ്ട അല്ലെങ്കിൽ പ്രാഥമികമായ ചികിത്സ ഇവിടെ നൽകുകയും മറ്റ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസ് ഉൾപ്പെടെ സജ്ജമാക്കിയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പരിക്കേറ്റ ഒരു യാത്രക്കാരനെ കാണാം. ഇത് ഒരു മോക്ക് ഡ്രില്ലാണ് എന്നുള്ളതാണ്. ഒരിക്കലും ഇതിനെ ഒരു യഥാർത്ഥ അപകടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇതൊരു മോക്ക് ഡ്രിൽ, വേഗത്തിൽ ജീവനക്കാരുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത കണക്കിലെടുക്കുന്നു, വേഗത കാണിക്കുക എന്നുള്ളതാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. മിനിറ്റുകളോളം ഈ ട്രെയിനിൻ്റെ ഹോൺ അടിച്ചു പിടിക്കും. അത് തൊട്ടടുത്ത നാട്ടുകാർ സ്ഥലത്തേക്ക്, സ്പോട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഈ ഹോൺ പുഷ് ചെയ്ത് നിർത്തുന്നത്. മറ്റ് അടിയന്തരമായിട്ടെത്തുന്ന ട്രെയിനാണ്. അപ്പോൾ തന്നെ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക്, അടുത്ത ട്രെയിൻ ട്രാക്കിലേക്ക് മെഡിക്കൽ സജ്ജീകരണങ്ങളുമായി എല്ലാ യൂണിറ്റുകളുമായിട്ട് റെയിൽവേയുടെ മറ്റൊരു ട്രെയിൻ എത്തും എന്നുള്ളതാണ്. അതിൽ റെയിൽവേയുടെ എല്ലാ ജീവനക്കാരുൾപ്പെടെ ഉണ്ടാകുകയും വേണ്ട സൗകര്യങ്ങളടക്കം നൽകുക എന്നുള്ളതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഇപ്പോൾ കാണിച്ചു നൽകുന്നത്. കൃത്യമായ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ആ ട്രെയിൻ എത്തുന്നു. ആ ട്രെയിനിൽ നിന്ന് വേണ്ട സൗകര്യങ്ങൾ ഇവിടുത്തെ ആളുകൾക്ക്, രക്ഷാപ്രവർത്തകർക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഇതിൽ കാണാം, വേണ്ട എല്ലാ സൗകര്യങ്ങളുമായിട്ടുള്ള ഒരു ടൂൾ വാനാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഇതിൽ നിന്ന് വേണ്ട ആവശ്യങ്ങളായ സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് ഇത് രക്ഷാപ്രവർത്തനത്തിൽ വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ സാധനങ്ങളെല്ലാം തന്നെ എത്തിക്കുകയും ചെയ്യുകയാണ്. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര വേഗത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ എത്തുന്നു എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുക എന്നുള്ളതും. വീഡിയോ ജേർണലിസ്റ്റ് സബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.